പാലക്കാട് ഒറ്റപ്പാലത്ത് കുടിവെള്ള സംഭരണി നാട്ടുകാർ ഇടപെട്ട് നവീകരിച്ചു. കിഴക്കേത്തോട്ടിലെ കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നവീകരിച്ചത്. ഇതോടെ 81 കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ലഭിക്കുക. കുടിവെള്ളം മുട്ടിയ ഒറ്റപ്പാലം കോലോത്തുകുന്നിലെ കുടുംബങ്ങൾക്ക് വെള്ളമെത്തിക്കാൻ നാട്ടുകാർ പല വഴികൾ നോക്കി. എല്ലാം പരാജയപ്പെട്ടു. ജല അതോറിറ്റിയുടെ വെള്ളവും എത്താതായതോടെ ഒടുവിൽ നാട്ടുകാർ ചേർന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തി. കിഴക്കേത്തോട്ടിലെ കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതി നാട്ടുകാർ ചേർന്ന് പുനരുജ്ജീവിപ്പിക്കുക. ഇവിടെ ഈ കിണറിൽ നിന്ന് ചളി മാറ്റാനും ക്ലീൻ ചെയ്യാനും ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. കൗൺസിലറുണ്ട്, അതുപോലെ ഈ പ്രയാസം മുഴുവൻ ആളുകളുണ്ട്. എല്ലാവരുടെയും സഹായത്തോടെ ഈ കുറച്ച് നടക്കാൻ അത് ഇത്രയും കാലം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇക്കുറി പൊതുവേ വെള്ളം കുറവാണ്. അപ്പം അതിന് തടയണ കെട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എന്തോ നടന്നില്ല. ഈ തവണ അങ്ങനെ അടുത്ത തവണയെങ്കിലും മുൻകരുതലോടുകൂടി ഇങ്ങനെ ഒരു പ്രശ്നം വരില്ല എന്ന് വിചാരിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്താത്തൊരു പ്രദേശമാണ് കോലോത്തുകുന്ന്. ഈ പ്രദേശത്ത് ജനങ്ങളുടെ സഹകരണമാണ് നമുക്ക് ഏറ്റവും വലിയ കരുതലായിട്ടുള്ളത്. ഉയർന്ന പ്രദേശമായതിനാൽ ജല അതോറിറ്റിയുടെ വെള്ളം ലഭിക്കുന്നത് പ്രതിസന്ധിയാണ്. നാട്ടുകാർ ഒരു തീരുമാനമെടുത്തു. കോലോത്തുകുന്ന് കുടിവെള്ള പദ്ധതിയിലേക്ക് സമീപത്തെ തോട്ടിൽ അവശേഷിക്കുന്ന വെള്ളം ചാലുവെട്ടിയെത്തിക്കുക. ഇതിനുവേണ്ടി നാട്ടുകാർ ഒന്നിച്ചിറങ്ങി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലെടുത്തു. 200 മീറ്ററോളം ദൂരത്തിലെടുത്ത ചാല് കിണറിലെത്തി. അപ്പോഴും പമ്പ് ചെയ്യാൻ ആവശ്യമായ വെള്ളമില്ല. കിണറിൽ ചെളി അടിഞ്ഞതാണ് വെള്ളം പമ്പ് ചെയ്യുന്നതിൽ പ്രതിസന്ധിയായത്. വർഷങ്ങളായി കിണറിലെ ചെളി അടിഞ്ഞ നിലയിലാണ്. തുടർന്ന് മറ്റൊരു മോട്ടോർ ഉപയോഗിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കിണറിലെ ചെളി മുഴുവനായി നീക്കി. 1.5 ഇഞ്ചിൻ്റെ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ജലവിതരണം തുടങ്ങി. ഒന്നരാടം ഇടവിട്ടാണ് 81 കുടുംബങ്ങൾക്ക് വെള്ളവിതരണം തുടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഒത്തൊരുമയുള്ള ഒരു നാടല്ലേ? ഗോകുൽ VS ചേരുന്നുണ്ട് തത്സമയം. ഗോകുൽ, പല നാടുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷെ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും കൂട്ടിയാൽ കൂടില്ല. ഇതുപോലെ ഒരു നാട് ഒന്നിച്ച് നിൽക്കണം. അപ്പൊ അതാ ഇവിടെ നാട് ഒന്നിച്ചു, അവരുടെ പ്രശ്നത്തിന് പരിഹാരമായി. ശരിക്കും മാതൃകയാണ് ആ നാട്ടുകാർ, അല്ലെ? ഒറ്റപ്പാലം കോലോത്തുനിന്നുള്ള മനുഷ്യന്മാരുടെ ഒരുമ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്ര ഒത്തൊരുമയാണ്. കാരണം വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ, വെള്ളമില്ലാത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലത്തൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളമില്ലാതെ ഒരു ദിവസം തള്ളി നീക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ പലരും അനുഭവിച്ചിട്ടുണ്ട്. കാണുന്ന പലരും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ആ മനുഷ്യർ വ്യത്യസ്തരാകുന്നത്. അവരൊന്നിട്ട് ഒരുമിച്ച് അങ്ങ് ഇറങ്ങി ആ പ്രശ്നം അങ്ങ് പരിഹരിക്കുകയാണ്. അതിനാദ്യം അവർ ചാല് വെട്ടി കുളത്തിലേക്ക് വെള്ളം എത്തിച്ചു, തോട് വഴി എത്തിച്ചു. അതിനുശേഷം ആ കിണറും ആ സ്ഥലമൊക്കെ തന്നെ ആകെപ്പാടെ ചേറ് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അതിൽ വെള്ളം നിൽക്കുന്നില്ല. അങ്ങനെ അവരതും വൃത്തിയാക്കി. അങ്ങനെ മൊത്തത്തിലൊരു നാടിൻ്റെ 81 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് ശാശ്വതമായൊരു പരിഹാരമാകുന്നത്. ആ മനുഷ്യർക്ക് മുന്നിൽ എത്ര കൈയടിച്ചാലും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇത് മനുഷ്യൻ്റെ ഒരു ഒത്തൊരുമ തന്നെയാണ് കാണിക്കുന്നത്. എനിക്കതിൽ സന്തോഷം തോന്നുന്ന കാര്യം എന്താ പറയുക, ഈ 81 പേർക്ക് വേണ്ടിയിട്ട് ആ നാട് ആകെ ഒന്നിച്ചു എന്നുള്ളതാണ്. 81 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി അവരെല്ലാ സഹായങ്ങളും ചെയ്തു, സഹകരണങ്ങൾ ചെയ്തു. അവരുടെ ഒരു ദിവസം മുഴുവൻ അതിനുവേണ്ടി അവർ കളഞ്ഞു. അങ്ങനെയൊക്കെ അത് എത്രമാത്രം ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഉപയോഗപ്രദമാക്കി എന്നുള്ളതാണ് കാണേണ്ടത്. അത് ഒരു വലിയ മാതൃകയാണ്. പലപ്പോഴും ചില സംവിധാനങ്ങൾ വലിയൊരു മാതൃകയാണ് ആ നാട്. എല്ലാ പ്രതിസന്ധികളെയും ഒന്നിച്ചു നിന്നാൽ ഇങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്.